സീല് വരുന്ന സാറിനും കണ്ട് സൗണ്ടാ, ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പൊ കണ്ടോ? ഇതാണ് അവസ്ഥ. കോയിനെ മേടിച്ച് പൈസ കൊടുത്തിട്ട് കടിക്കുന്നതിനെ കാണിച്ചാലേ ഒന്നും ചെയ്യാനൊക്കെ ഇതില്ല. എല്ലാവരും ഉറക്കം പോയി. ഇത് മന്തൊക്കെ മൊത്തം അറിയുന്ന ഒരു പഞ്ചായത്തിന്റെ സൗണ്ട് ഉണ്ട്. പഞ്ചായത്ത് മൊത്തം അറിയുന്നു. എൻ്റെ പൊന്നെ, മിഞ്ഞാന്ന് കാണിച്ച 3 കോയിൽ ഒരു പൂവനാണെങ്കിൽ 4 മണിക്കൊണ്ട് കൂക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് റെസ്റ്റ് ഇല്ല. നമ്മളെ മിസൈലിലും വരുന്ന സൈറിനെങ്കാട്ടും വലിയ സൗണ്ട്. എന്നോട് പറഞ്ഞാൽ അതിനെ എടുത്തിട്ട് എവിടെയും കൊണ്ടിടുന്നു. അങ്ങനെ രാവിലെ 4 മണിക്ക് ഇടിച്ചിട്ട് തന്നെ കാറിൻ്റെ ഡിക്കിനുള്ളിലിട്ട്, അതാകുമ്പോൾ സൗണ്ട് പുറത്തേക്കില്ല. എന്നിട്ട് ഞാൻ നേരെ കൊടുക്കാൻ വന്നത്. എന്നിട്ട് മേടിച്ചോനെ കൊടുക്കുമ്പോൾ നേരെ വന്നു. ഓൻ പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ് തന്നാൽ മതി. ഞാൻ പറഞ്ഞു അങ്ങനെ നീ ആക്കണ്ട, ഫ്രീ ആണ് തരുന്നില്ല, ഞാൻ തന്നെ അർത്ഥം തന്നാൽ പോരെയെന്ന്. വീടെത്തിട്ടാകുമ്പോൾ മറ്റേ കോയിൻ്റെ സൗണ്ടെല്ലാം കേട്ടിട്ട് ഇവിടുത്തെ ഈ കോയിൻ്റെ സൗണ്ട് ഇട്ട് മറ്റേ കോയിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പ്രാന്തായി. ലാസ്റ്റ് എന്ന് വെച്ചെങ്കിൽ ലാസ്റ്റ് മറ്റോനിക്ക് 1.5 ദിനാറിന് കോയിന് കൊടുത്തു. ഇന്നലെ 4 ദിനാറിന് ലാസ്റ്റ് 1.5 ദിനാറിന് കൊടുക്കേണ്ടതെന്ന് വേറെ എന്താക്കില്ല. ആ 1.5 ദിനാർ എടുത്ത് ഞാൻ നേരെ മീൻ മാർക്കറ്റ്, ഇപ്പർ സൈഡിൽ തന്നെ മീൻ മാർക്കറ്റിൽ പോയിട്ട് 2 മീനും മേടിച്ചിട്ട് 1.5 ദിനാറ് നേരെ റൂമിലേക്ക് വന്ന് വീടെത്തിട്ടാൻ വേണ്ടി കോയി 2ാമത്തെ മുട്ട ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ മറ്റേ പൂവനില്ലാതെ 2 പട മാത്രമായി പോകും. എന്നിട്ട് ലാസ്റ്റ് മുട്ട എടുത്തിട്ട് നേരെ റൂമിൽ വെച്ചിട്ട് ലാസ്റ്റ് നമ്മളെ മീൻ എടുത്തിട്ട് കിണറ്റിലെ കുളത്തിലിട്ട്. കോഴി വല്ലാത്തൊരു കോഴിയാണ് മക്കളെ. കോയിനെ കൊണ്ട് ഇടങ്ങനെ ഇടാകുമ്പോൾ സൈലൻ്റ് ഏരിയ ആണ്, അപ്പോൾ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നത് എല്ലായിടത്തും. അങ്ങനെ കോയിനെ വിട്ടിട്ട് സൗണ്ട് ഇല്ലാത്ത മീനിയും മേടിച്ചിട്ട് കുളത്തിലിട്ട് കുളം കുറച്ച് സെറ്റാക്കാണ്ട് സമാധാനമായി. മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ ഞാൻ കുപ്പായം വരെ മറിച്ചിട്ടിട്ടായിരുന്നു പോയത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല.